ഇന്നലത്തെ മലയാള മനോരമയിൽ മാത്രമല്ല, മാതൃഭൂമി അടക്കമുള്ള എല്ലാ ദേശീയ പ്രാദേശിക പത്രങ്ങളിലും വലിയ പ്രാധാന്യത്തോട് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ഒരു പുതിയ സൈനിക കരാർ ലോകത്തുണ്ടായിരിക്കുന്നു. അതറിയപ്പെടുന്നത് മക്ക കരാർ എന്നാണ്. ഈ മക്ക കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് തുർക്കിയുടെ ഭരണാധികാരിയായ തയ്യിബ് ഉർദുഗാൻ, പാകിസ്ഥാൻ പ്രസിഡന്റായ ഷഹനാസ് ഷെരീഫ്, സൗദി അറേബ്യയുടെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ, ഈ 3 പേരാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ വാർത്ത ഏറെയും കുറഞ്ഞും എല്ലാ പത്രങ്ങളും കൊടുത്തു. മലയാള മനോരമ സ്വാഭാവികമായി അതിൻ്റെ പ്രാധാന്യം കാണുന്നതുകൊണ്ടായിരിക്കാം, വളരെ പ്രാധാന്യത്തിൽ തന്നെയാണ് മലയാള മനോരമ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ വാർത്തയൊന്ന് വായിച്ചു. ഈ ഞാൻ മനോരമയുടെ വാർത്ത എപ്പോഴും വായിക്കുന്നത് വരികൾക്കിടയിലൂടെയാണ്. എന്താണ് ഇതിലൂടെ, ഈ വാർത്തയിലൂടെ മനോരമ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഒളിച്ച് കടത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പരിശോധിക്കാറുള്ളത്. അപ്പോൾ ഈ വാർത്ത വളരെ വിശദമായിട്ട് ഞാൻ വായിച്ചു. പക്ഷേ ഈ മക്ക കരാർ ഒപ്പിട്ടതിൽ വന്യമായ ഒരു സന്തോഷം മനോരമയ്ക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ തോന്നൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം, കുറച്ചു കാലമായി കേരളത്തിലെ മാധ്യമരംഗത്ത് അൽ ജസീറയുടെ കുറവ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് അൽ മനോരമയും അൽ മാതൃഭൂമിയുമാണ്. അവരെ ഹമാസിനൊപ്പമാണ്, സിറിയയ്ക്കൊപ്പമാണ്, ഇന്നും അവർക്ക് ഇന്ത്യ എതിരുമാണ്. അപ്പോൾ തയ്യിബ് ഉർദുഗാനും അതുപോലെ തന്നെ ഷഹനാസ് ഷെരീഫും മുഹമ്മദ് ബിൻ സൽമാനും ഒക്കെ 3 പേരും കൂടെ ഒന്നിച്ചു വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതൊരു തലവേദന സൃഷ്ടിക്കുമെങ്കിൽ അതിൽ വന്യമായ ഒരു ആനന്ദം കണ്ടെത്താൻ മനോരമയ്ക്കും മാതൃഭൂമിക്കും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി എന്തായാലും ശരി, ഈ വാർത്തയിലേക്കൊന്ന് കടക്കാം. മനോരമ പ്രത്യേക ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത, വരുന്നു പുതിയ സൈനിക നീക്കം. അതിൽ മനോരമ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 രാജ്യങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശക്തിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ദൗർബല്യത്തെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഇതിൽ അവർ പ്രധാനമായിട്ട് കാണുന്ന ഒന്ന് ടർക്കി. എന്തായാലും അവരെ ഇതിൽ പ്രധാനമായിട്ട് കാണുന്ന ഒന്ന് തുർക്കിയാണ്. തുർക്കിയെക്കുറിച്ച് അവർ പറയുന്ന കാര്യം, നാറ്റോയിലെ 2ാമത്തെ സൈനിക ശക്തി, സൈനിക സാങ്കേതിക മികവ്, ഇതാണ് തുർക്കിയെക്കുറിച്ച് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നാറ്റോയിലെ 1ാമത്തെ രാജ്യം അമേരിക്കയല്ലേ? അതിൻ്റെ നേതാവല്ലേ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്? ആ ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ മുട്ടുമടക്കാത്ത നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യിബ് ഉർദുഗാൻ്റെ ഒരു സഖ്യം കണ്ടുകൊണ്ട് ഭയക്കും എന്ന് മനോരമയ്ക്ക് കരുതാം. പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിൽ 1ാമത്തെ സഖ്യത്തിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, 2023 ഒരു വലിയ ശക്തമായ ഭൂകമ്പം ഫെബ്രുവരിയിൽ തുർക്കിയിലുണ്ടായി. 50,000 പേരാണ് ആ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത്. ആദ്യം അവിടെ സഹായവുമായി എത്തിയത് ഇന്ത്യയാണ്. അവർക്കുള്ള ആഹാരം, കുടിവെള്ളം, മരുന്ന്, വസ്ത്രങ്ങൾ, ഇതെല്ലാമായിട്ട് ഇന്ത്യയുടെ നിരവധി സൈനിക വിമാനങ്ങൾ തുർക്കിയിൽ പറന്നിറങ്ങി. നമ്മുടെ സൈനികർ, പ്രത്യേക പരിശീലനം നേടിയ നമ്മുടെ സൈനികർ അവർക്ക് ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അവശിഷ്ടങ്ങളിൽ നിന്ന് ആളുകളെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഉർദുഗാൻ ആദ്യം നന്ദി പറഞ്ഞു. പക്ഷെ ഉർദുഗാൻ്റെ മനസ്സിലെ നന്ദി 7 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. 8ാമത്തെ ദിവസം അദ്ദേഹം ഇന്ത്യയെ തള്ളി പറഞ്ഞു. കാരണം മനുഷ്യത്വത്തെ മതം കീഴടക്കിയാൽ ഒരു മനുഷ്യൻ എത്രയും മാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് തയ്യിബ് ഉർദുഗാൻ എന്ന് പറയുന്ന ടർക്കിയുടെ ഭരണാധികാരി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മറ്റൊരാൾ മുഹമ്മദ് ബിൻ സൽമാനാണ്. മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയുമായിട്ടൊരു ശത്രുതയ്ക്ക് യഥാർത്ഥത്തിൽ കാരണമില്ല. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ഒരിക്കലും അദ്ദേഹം സൗദിയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ കിങ് അബ്ദുൽ അസീസ് അവാർഡ് നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുമായിരുന്നില്ലല്ലോ. എന്നാൽ സൗദിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, മതപരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സഖ്യത്തിൻ്റെ അടിസ്ഥാനപരമായ വികാരം മതമാണ്. KM ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല മറ്റൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു സൗമനസ്യം മാത്രമേ ഈ സഖ്യവുമായി മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹത്തോട് ഇന്ത്യയുടെ പണക്കമൊന്നും തോന്നേണ്ട കാര്യമില്ല.
പിന്നെ അതെല്ലാം ഉപരിയായിട്ട് ഇന്ത്യക്കും സൗദി അറേബ്യ വേണം. സൗദി അറേബ്യയിലുള്ളതിൽ 14% വിദേശികളിൽ 14% ഇന്ത്യക്കാരാണ്. ഒരുപാട് ഇന്ത്യക്കാർ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ജോലി ചെയ്ത് അയക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് പകരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗദിയുടെ നിലപാട് ഇതാണ്, ഞാൻ പറഞ്ഞതാണ്. മൂന്നാമതായിട്ട് പാകിസ്ഥാനാണ്. പാകിസ്ഥാനാണ് കളരി ആശാൻ. അത് മനോരമ പറയുന്നുണ്ട്, അതൊന്ന് വായിക്കാം. പാകിസ്ഥാൻ ആണവായുധ ശക്തി, പോരാട്ട പരിചയമുള്ള സൈന്യം, പതിറ്റാണ്ടുകളായുള്ള സൈനിക പരിശീലനവും സാങ്കേതിക സഹായവും ഇതിനൊക്കെ നൽകുന്നത് പാകിസ്ഥാനാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായ മേൽക്കൈയുണ്ട്. പിന്നെ അമേരിക്കയിൽ നീട്ടുന്ന സാങ്കേതിക സഹായം, അതിനപ്പുറത്ത് ഈ സൗദിക്ക് ഇക്കാര്യത്തിൽ വലിയ റോളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കളരിയാശാൻ പാകിസ്ഥാനാണല്ലോ. ഈ കളരിയാശാൻ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന, അതായത് ഈ മക്ക കരാറ് ആശ്രയിച്ച് നിൽക്കുന്നത് പ്രധാനമായിട്ടും ആണവായുധ ശക്തിയായ പാകിസ്ഥാനെയാണ്. ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ മാത്രമാണ്, വേറൊരു രാജ്യത്തോടും പാകിസ്ഥാന് ശത്രുതയില്ല. അപ്പം ഈ സഖ്യത്തിലെ മെക്ക സഖ്യത്തിലെ നേതാവായ പാകിസ്ഥാൻ്റെ ശത്രു ഇന്ത്യ തന്നെയാണ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടിയ കഥ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1965 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. അന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ ഏറ്റവും കരുത്ത് പകർന്നിരുന്നത് പാറ്റേൺ ടാങ്കുകളാണ്. ഈ പാറ്റേൺ ടാങ്കുകൾ M47, M48 ഇതൊക്കെയായിരുന്നു പാകിസ്ഥാന് കരുത്ത് പകർന്നിരുന്നത്. അപ്പോൾ പാറ്റേൺ ടാങ്ക് ഇടിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പഞ്ചാബിലൂടെ ഇങ്ങ് വന്നാൽ നേരെ ഡൽഹിയിലേക്ക് വരെ ഒരു തടസ്സവും പാറ്റേൺ ടാങ്കിന് സൃഷ്ടിക്കാൻ കഴിയത്തില്ലെന്നുള്ളതാണ് പാക് സൈനിക മേധാവികൾ കരുതി വെച്ചിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പഞ്ചാബിലെ തരൺ താരൺ എന്ന് പറയുന്നൊരു ജില്ലയുണ്ട്. ആ ജില്ല അറിയപ്പെടുന്നത് ഗ്രേവ് യാർഡ് ഓഫ് പാറ്റേൺ ടാങ്ക്സ് എന്നാണ്. പാറ്റേൺ ടാങ്കുകളുടെ ശ്മശാന ഭൂമിയാണ്. നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അമേരിക്കൻ നിർമ്മിതമായ അപ്രതിരോധ്യമെന്ന് കരുതിയിരുന്ന പാറ്റേൺ ടാങ്കുകളെ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇത് ലോകരാജ്യങ്ങളിൽ ഞെട്ടലോടാണ് ഈ പാറ്റേൺ ടാങ്കുകളുടെ ശ്മശാന ഭൂമിയായി തരൺ മാറുന്നത് ലോകരാജ്യങ്ങൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടും അടങ്ങിയില്ല. ആ കിട്ടിയ അടിയിൽ പാകിസ്ഥാൻ ഒതുങ്ങിയില്ല. വീണ്ടും പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു. അത് 1971 1971 അവരുടെ കരുത്ത് വ്യോമസേനയായിരുന്നു. ഈ വ്യോമസേനയിൽ അവർക്ക് കരുത്ത് നൽകിയത് അമേരിക്ക നൽകിയ മിറാഷ് 3 എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും അത്യന്താധുനികമായ യുദ്ധവിമാനമായിരുന്നു. ഒപ്പം തന്നെ F6 എന്ന് പറഞ്ഞൊരു യുദ്ധവിമാനം ചൈന നൽകിയിരുന്നു. അപ്പോൾ ചൈനയുടെ F6, അമേരിക്കയുടെ മിറാഷ്, ഇതെല്ലാം കൂടെ നമ്മുടെ ആകാശത്തൂടെ പറന്നു വന്ന് ഇന്ത്യയെ ഭസ്മീകരിക്കും എന്നാണ് വിചാരിച്ചിരുന്നതെന്ന് മാത്രമല്ല, 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ കൈമെയ് മറന്ന് അമേരിക്കയും ചൈനയും സഹായിച്ചിരുന്നു എന്നത് പകലുപോലെ വ്യക്തമായ കാര്യം, എല്ലാവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണിത്. അപ്പോൾ ആ യുദ്ധത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ്റെ കയ്യിലിരുന്ന ഒരു പ്രവിശ്യ, ഒരു ഭാഗം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ വേറൊരു രാജ്യമായിട്ട് മാറി. പാകിസ്ഥാൻ്റെ തടവിൽ കിടന്ന മുജിബുർ റഹ്മാനെ മോചിപ്പിക്കേണ്ടി വന്നു. ഏതാണ്ട് 100,000-അടുത്ത് സൈനികരാണ്, പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത്. അന്ന് ഇന്ത്യയുടെ ജനറൽ അർജുൻ അറോറയുടെ മുന്നിൽ ജനറൽ നിയാസിക്ക് കീഴടങ്ങിയത് 90,000-ലധികം സൈനികരുമായിട്ടാണ്. അങ്ങനെ നാണം കെട്ട ഒരു അധ്യായമായി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇത്രയും വിപുലമായ കീഴടങ്ങൽ ലോകം കാണുന്നത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ കാലഘട്ടത്തിലാണ്. ഇതാണ് പാകിസ്ഥാൻ പഠിച്ച അടുത്ത പാഠം. എന്നിട്ടും പഠിച്ചില്ല. 1999 വീണ്ടും കാർഗിലിലൂടെ അവർ ഇന്ത്യയെ കീഴടക്കാനുള്ള ശ്രമം നടത്തി. തന്ത്രപ്രധാനമായ കാർഗിൽ മലനിരകൾ അവർ കൈവശപ്പെടുത്തി. പക്ഷേ കാർഗിൽ മലനിരകൾ കൈവശപ്പെടുത്തിയ ഭാഗം ഓപ്പറേഷൻ വിജയിലൂടെ നമ്മൾ മോചിപ്പിച്ചെടുത്തു. അവിടെയും പാകിസ്ഥാന് പരാജയമാണ് സംഭവിച്ചത്. അവസാനം പഹൽഗാമിൽ വന്ന് ഭീകരപ്രവർത്തകർ ഇവിടെ വന്ന് ഇന്ത്യൻ സ്ത്രീകളെ മതം നോക്കി വെടിവെച്ച് വന്നപ്പോൾ, മനുഷ്യരെയാണ് മതം നോക്കി പുരുഷന്മാരെയാണ് മതം നോക്കി വെടിവെച്ച് വന്നത്. മതം നോക്കി വെടിവെച്ച് വന്നപ്പോൾ അന്നത്തെ ഭീകരന്മാർ പറഞ്ഞത്, നിങ്ങൾ പോയി വിധവകളായ സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ പോയി മോദിയോട് പറയാൻ പറഞ്ഞു. മതം നോക്കിയാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കാൻ അൽ മനോരമയോ അൽ മാതൃഭൂമിയോ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് അന്നത്തെ പത്രം വായിക്കുന്ന വായനക്കാർ സമാധാനത്തോടെ ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. മറുപടി കൊടുത്തു. 2026 മെയ് 7 9 കേന്ദ്രങ്ങളിൽ, ഭീകരന്മാരുടെ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. പാകിസ്ഥാനിലേക്ക് കടന്നു തന്നെ ചെന്നു, അവിടെ ആക്രമിച്ചു.
ഭീകരകേന്ദ്രങ്ങൾ മുഴുവൻ ഇന്ത്യ തകർത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്ത് കടന്ന് അവരെ എൻ്റെ യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം, ഔപചാരികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരകേന്ദ്രങ്ങളെല്ലാം നമ്മൾ തകർത്തു. അവസാനം പാകിസ്ഥാന് പറ്റിയ നഷ്ടം, സിന്ധു നദിയിൽ നിന്ന് വരുന്ന ജലം ഉപയോഗിച്ച് അവർ നനച്ചിരുന്ന, കൃഷി ചെയ്തിരുന്ന പഞ്ചാബിലെയും സിന്ധിലെയും ഒക്കെ പ്രദേശങ്ങൾ വരണ്ട് മരുഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരപ്പോഴേ സിന്ധു നദിയുടെ കുറുകെയുള്ള നമ്മുടെ അണക്കെട്ട് തകർത്ത് കളയുമെന്നാണ് ഭരണാധികാരി ഒരു വിട്ടി പറഞ്ഞേച്ച് പോയത്, അവിടുത്തെ ഒരു നേതാവ്. അത് പിന്നെ ബനാറസ് ഭുട്ടോയുടെ മകനാണ് പറഞ്ഞ ഒരു മണ്ടന്മാരിൽ ഒരു തന്നെ. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, രക്തവും വെള്ളവും ഒരുപോലെ ഒഴുകാൻ പാടില്ല, ഒഴുകില്ല. ഇന്ന് പാകിസ്ഥാൻ അവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ കളരിയാശാനായ പാകിസ്ഥാൻ്റെ പിന്നിലാണ് പാകിസ്ഥാൻ്റെ തന്ത്രവും പാകിസ്ഥാൻ്റെ സൈനിക മികവും കണ്ടാണ് മെക്ക കരാർ ഒപ്പിട്ടിരിക്കുന്നതെങ്കിൽ ആ മെക്ക കരാറിൻ്റെ അന്ത്യം അതിദയനീയമായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെക്ക കരാർ ഒപ്പിട്ട ഈ 3 രാജ്യങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യം, യുദ്ധം ജയിക്കുന്നത് ആൾബലമല്ല, യുദ്ധം ജയിക്കുന്നത് സ്ട്രാറ്റജിയാണ്, യുദ്ധതന്ത്രങ്ങളാണ് യുദ്ധം ജയിക്കുന്നത്. അവർ ആദ്യം ഓർത്തിരിക്കേണ്ടത് 1967 നടന്ന 7 days വാറാണ്, 7 ദിവസം നീണ്ടു നിന്ന യുദ്ധം. ഇസ്രായേൽ എന്ന് പറയുന്നൊരു കൊച്ചു രാജ്യം, അത് 1948 ഉണ്ടായത്. ആ രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ വേണ്ടിയാണ് 1967 അവരെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് യുദ്ധം തുടങ്ങിയത്. അതിൽ ജോർദാൻ ഉണ്ടായിരുന്നു, അതിർത്തി രാജ്യമാണ്. ജോർദാൻ ഉണ്ടായിരുന്നു, ഈജിപ്റ്റ് ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു. എല്ലാ അറബ് രാജ്യങ്ങളും, ഈ രാജ്യത്തെ ഈ ലോകത്തുള്ള സകല അറബ് രാജ്യങ്ങളും കൈയും മെയ്യും മറന്ന് ഇസ്രായേലിനെതിരെ നിലകൊണ്ടു. എന്താ സംഭവിച്ചത്? യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഗോലാൻ കുന്നുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി, ഗാസ പീഠഭൂമി അവർക്ക്, ഗാസ മുനമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി, ഗോലാൻ കുന്നുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി, കിഴക്കൻ ജെറുസലേം അവർക്ക് നഷ്ടപ്പെട്ടു. ഇത് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇസ്രായേൽ തിരിച്ചു കൊടുത്തെങ്കിലും യുദ്ധം ജയിക്കുന്നത് പണമല്ല എന്ന് സൗദി അറേബ്യ ഇനിയെങ്കിലും ഓർത്തിരിക്കണം. യുദ്ധം ജയിക്കുന്നത് ആണവായുധമോ വിമാനമോ ആൾബലമോ മാത്രമല്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഉറുദുഖാൻ്റെ ഡ്രോണിന് ഇസ്രായേൽ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ സഖ്യത്തിൻ്റെ ആശാനായ പാകിസ്ഥാൻ ഇന്ത്യക്കൊരു ഭീഷണിയുമായി വന്നാൽ അതോടുകൂടി മക്ക കരാറിൻ്റെ അന്ത്യമായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അവസാനം ലാസ്റ്റിൽ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് 2023 2023 ഹമാസിൻ്റെ ഭീകരവാദികൾ കടന്നു ചെന്ന് 1200 പേരെയാണ് കൊന്നത്. 251 പേരെ അവർ തടവുകാരായി പിടിച്ചു, ഇസ്രായേലുകാരെ. ഇന്നും ഹമാസ് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാലസ്തീൻ മുഴുവൻ അവർ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ അതിജീവിച്ച, അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളി ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിനുമായിട്ട് പോരാടുകയാണ്. ഇവിടെ അവർ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലുള്ള മക്ക കരാർ ഇന്ത്യക്ക് ഒരു ഭീഷണിയാണെങ്കിൽ ഈ മക്ക കരാർ ഒപ്പിട്ട രാജ്യങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ചൈന വടക്ക് ഭാഗത്തും പാകിസ്ഥാൻ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് നിന്ന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 2020 ഗാൽവൻ താഴ്വരയിൽ ചൈനക്കാരെ കടന്നു കയറി നമ്മുടെ 10-20 സൈനികരെ കൊന്നു. 140 ചൈനീസ് സൈനികരെ വധിക്കപ്പെട്ടതായിട്ടാണ് പിന്നീട് അമേരിക്കയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കാരണം അവിടേക്ക് എത്തിയ ശവപ്പെട്ടികളുടെ എണ്ണം നോക്കി സാറ്റലൈറ്റ് ഫോട്ടോ വെച്ചാണ് 140 ചൈനക്കാർ വധിക്കപ്പെട്ടു എന്നൊക്കെ പറയാൻ കാരണം. വധിക്കപ്പെട്ടത് എത്രയും ആയിക്കോട്ടെ. പക്ഷേ ഗാൽവൻ താഴ്വരയിൽ ഈ സംഘർഷം നടക്കുമ്പോൾ മനോരമയിൽ വന്ന വാർത്ത എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇന്ത്യ ചൈനയുമായി സഖ്യത്തിലാകുന്നതായിരിക്കും നല്ലത് എന്ന് ഭംഗ്യന്തരേണ ഭരണാധികാരികളെ ഉപദേശിക്കുകയായിരുന്നു മനോരമ ചെയ്തത്. ആ സമയത്ത് കഴിയുന്നത്ര ആശങ്ക വായനക്കാരിൽ ഉണർത്തിവിടാനും ചൈനയുമായൊരു സംഘർഷത്തിന് പോയി രാജ്യത്തെന്തോ കുഴപ്പത്തിലേക്ക് നരേന്ദ്രമോദി നയിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും കഴിയുന്ന വിധത്തിലാണെന്ന് വാർത്തകൾ രൂപകൽപ്പന ചെയ്ത് ഇന്നും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ ഫാബിയൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം ഞാനിപ്പോഴും ഓർക്കുന്നു. ടർക്കിയുമായി അല്ലെങ്കിൽ തുർക്കിയുമായി നമ്മൾ ശത്രുതയിൽ ഏർപ്പെട്ടാൽ അതോടുകൂടി ഇന്ത്യയുടെ കഥ കഴിയും എന്നാണ് ഒരു വിദേശകാര്യ വിദഗ്ധനല്ല, ഒരു വിദേശകാര്യ വിദ്വാൻ എഴുതിയ ലേഖനം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അൽ മനോരമയും അൽ മാതൃഭൂമിയും അൽ ജസീറയുടെ അഭാവം പരിഹരിച്ചുകൊണ്ട് വാർത്തകളിലൂടെ, ലേഖനങ്ങളിലൂടെ, എഡിറ്റോറിയലുകളിലൂടെ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഈ വികസനങ്ങളെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രമായതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ശത്രു മക്കയാണെങ്കിൽ ഇവർക്കത് മിത്രമായി മാറുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഈ വാർത്തകൾ വരികൾക്കിടയിലൂടെ വായനക്കാരെ വഹിക്കാൻ തയ്യാറായാൽ ഈ പത്രങ്ങളുടെ ഹിഡൻ അജണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി, മനോരമ പത്രാധിപരോട് എനിക്ക് പറയാനുള്ളത്, മാമച്ചായ സുഖമായി ഉറങ്ങിക്കൂ, ഒരു കുഴപ്പം പറ്റില്ല. നല്ല ഇച്ഛാശക്തിയുള്ള നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. മനോരമയ്ക്ക് ഒരു കുഴപ്പം പറ്റില്ല, മാമച്ചായൻ്റെ ബിസിനസ്സിന് ഒരു കുഴപ്പം പറ്റില്ല, MRFന് കുഴപ്പം പറ്റില്ല. ധൈര്യമായിട്ട് ബിസിനസ്സുമായിട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിട്ട് ഒരു കുഴപ്പം പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.